സ്തുതിക്കുവാനും ആരാധിക്കുവാനും കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കാനും ഒക്കെ ദൈവം നമ്മെ ഇടയാക്കിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാം എല്ലാവരും കർത്താവിൻ്റെ കൃപയാൽ ജീവനോടെ ആയിരിക്കുന്നു. അതിന് കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവവചനത്തിൽ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ യഹോവയെങ്കിൽ നിന്ന് യിരെമ്യാ പ്രവാചകൻ ഒരു അരുളപ്പാടുണ്ടാകുന്നതായി നാം കാണുന്നു. യിരെമ്യാ പ്രവാചകനോട് യഹോവ പറയുന്നു, നീ കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ ഞാൻ നിനക്കൊരു സന്ദേശം നൽകും. അവിടെ ചെല്ലുമ്പോൾ പ്രവാചകൻ കാണുന്നത് കുശവൻ ഒരു പാത്രം തൻ്റെ കരങ്ങളിൽ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ താൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ താൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ പാത്രം തൻ്റെ കയ്യിൽ അത് ചീത്തയായിപ്പോയി. അതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെട്ട് അത് തകർന്നുപോയി. എന്നാൽ തകർന്നു പോയ ആ മൺപിണ്ടത്തെ വീണ്ടും എടുത്ത് തനിക്ക് ഇഷ്ടമുള്ളതുപോലെ മറ്റൊരു പാത്രമായി അതിനെ വീണ്ടും നിർമ്മിക്കുന്ന ഒരു ചിത്രം യിരെമ്യാ പ്രവാചകനെ ദൈവം കാണിച്ചിട്ട് ദൈവം അതിനോട് ബന്ധപ്പെട്ട് തൻ്റെ ജനമായ ഇസ്രായേലിനോട് ഒരു ദൂത് കൈമാറുകയാണ്. എന്നാൽ അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇസ്രായേൽ ഗൃഹമേ, കുശവന്റെ കയ്യിൽ കളിമണ്ണിരിക്കുന്നത് പോലെയാണ് നിങ്ങൾ എൻ്റെ കരങ്ങളിൽ. ഒന്ന് ചിന്തിച്ചേ, ഞാനും നിങ്ങളും ഇപ്പോൾ ആയിരിക്കുന്നത് ഈ ലോകത്തെ സർവഭൂചരാചരങ്ങളെയും മെനഞ്ഞ ആ വലിയ കുശവന്റെ കയ്യിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ പല പദ്ധതികളും അത് വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചു പോകേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചതുപോലെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടില്ല, പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ നാം കടന്നു പോകുമ്പോൾ. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണമേ, പലപ്പോഴും നാം ആഗ്രഹിച്ചതുപോലെ പലതും നടക്കാതെ വരുമ്പോൾ, നമ്മുടെ കണക്ക് കൂട്ടലുകളിൽ പലതും നടക്കാതെ വരുമ്പോൾ മനസ്സിലാക്കുക, കളിമണ്ണിനേക്കാൾ കളിമണ്ണ് മെനയുന്ന കുശവന് അതിനെക്കുറിച്ചൊരു ചിന്തയുണ്ട്. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് കേട്ട് കർത്താവിലൊന്ന് ആശ്രയിക്കാൻ കഴിയും? കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞു പോയത് പോകട്ടെ, എന്നാൽ എൻ്റെയും നിങ്ങളുടെയും ഭാവി അറിയാവുന്ന ഒരു ദൈവം, നമ്മെക്കുറിച്ച് അവന് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദ്ധതിയുണ്ട്. ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത്, അവൻ്റെ കരങ്ങളിൽ കളിമണ്ണ് പോലെ നാം വിധേയപ്പെടുക, നാം സമർപ്പിക്കുക എന്നുള്ളതാണ്. ഒരു നിമിഷം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ പദ്ധതികൾ മാറ്റിവെക്കുന്നിടത്താണ് ദൈവം തൻ്റെ പദ്ധതികളെ വെളിപ്പെടുത്തുന്നത്. നമ്മുടെ വഴികൾ നാം മാറ്റിവെക്കുന്നിടത്താണ് ദൈവം തൻ്റെ വഴികളെ നമ്മുടെ മുമ്പിൽ കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ വിശ്വസിക്കുക, അവൻ നമുക്കായി ഒരു പുതുവഴി തുറക്കും. അവൻ നമ്മെ ഏറ്റവും ശ്രേഷ്ഠമായി പണിയും. നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കട്ടെ. നമുക്ക് അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ അല്പസമയം നാം കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ജീസസ്, ജീസസ്, പ്രൈസ് ഗോഡ്. ഓ ഞാനെന്നെ നൽകിടുന്നേ, സമ്പൂർണമായി സമർപ്പിക്കുന്നേ. കുശവന്റെ കയ്യിൽ മൺപാത്രം പോ എന്നെ ഒന്നു നീ പണിയേണമേ. ഞാനെന്നെ നൽകിടുന്നേ, സമ്പൂർണമായി സമർപ്പിക്കുന്നേ. കുശവന്റെ കയ്യിൽ മൺപാത്രം പോ എന്നെ ഒന്നു നീ പണിയേണമേ. ക്ഷീണിച്ചു പോയിടല്ലേ നാഥായി ഭൂവിൽ ഞാൻ ജീവൻ പോ
പോകുവോളം നിന്നോടു ചേർന്നു നിൽപ്പാൻ. ഓ ക്ഷീണിച്ചു പോയിടല്ലേ നാഥായി ഭൂവിൽ ഞാൻ ജീവൻ പോകുവോളം നിന്നോടു ചേർന്നു നിൽപ്പാൻ. അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പാടുമോ? ഞാൻ എന്നെ നൽകിടുന്നേ സമ്പൂർണമായി സമർപ്പിക്കുന്നേ. കുശവന്റെ കയ്യിൽ മൺപാത്രം പോ എന്നെയും നീ പണിയേണമേ. ചേർന്ന് പാടാം. ഞാൻ എന്നെ നൽകിടുന്നേ സമ്പൂർണമായി സമർപ്പിക്കുന്നേ. കുശവന്റെ കയ്യിലെ മൺപാത്രം പോ എന്നെയും നീ പണിയേണമേ. ക്ഷീണിച്ചു പോയിടല്ലേ നാഥായി ഭൂവിൽ ഞങ്ങളിൽ ബലം പകർന്നു. ഓ ജീവൻ പോകുവോളം നിന്നോടു ചേർന്നു നിൽപ്പാൻ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം അത്. ഓ ക്ഷീണിച്ചു പോയിടല്ലേ നാഥായി ഭൂവിൽ ഞാൻ ജീവൻ പോകുവോളം നിന്നോടു ചേർന്നു നിൽപ്പാൻ. കൃപയേകണേ നിന്നാത്മാവിനാൽ സമ്പൂർണമായി നിലനിന്നിടാൻ. കൃപയേകണേ നിന്നാത്മാവിനാൽ സമ്പൂർണമായി നിലനിന്നിടാൻ. നിൻ ജീവൻ നൽകിയതാ ഞാനെന്നും നിന്റേതല്ലേ. പിന്മാറിപ്പോയിടുവാൻ ഇടയാകല്ലേ നാഥാ. നിൻ ജീവൻ നൽകിയതാ ഞാനെന്നും നിന്റേതല്ലേ. അതുകൊണ്ടപ്പാ ഓ പിന്മാറി പോയിടുവാൻ ഇടയാകല്ലേ നാഥ. ഞാനെന്നെ നൽകിടുന്നേ സമ്പൂർണമായി സമർപ്പിക്കുന്നേ. കുശവന്റെ കയ്യിലെ മൺപാത്രം പോൽ എന്നെ ഒന്നു നീ ഏൽപ്പിച്ചു കൊടുത്തേ. ഞാനെന്നെ നൽകിടുന്നേ സമ്പൂർണമായി സമർപ്പിക്കുന്നേ. കുശവന്റെ കയ്യിലെ മൺപാത്രം പോ എന്നെ ഒന്നു നീ പണിയേണമേ. പ്രിയ ദൈവജനമേ, കുശവന്റെ കയ്യിൽ ഇരിക്കുന്ന കളിമൺ പാത്രങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ അവസരമില്ല, അവർക്ക് അഭിപ്രായം പറയാൻ അവസരമില്ല. ഞാനും നിങ്ങളും ഒരുപക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയായിരിക്കാം. നമ്മുടെ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ഉത്തരം കാണില്ല, നമ്മുടെ അഭിപ്രായങ്ങൾക്ക് ഇപ്പോൾ വില കാണത്തില്ല. ഇപ്പോൾ നമ്മെ മെനയുന്ന കുശവൻ പോലും ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം.
എന്നാൽ ഒന്ന് തിരിച്ചറിയണമേ, നിന്നെക്കുറിച്ച് അവനൊരു പദ്ധതി അവൻ്റെ ഹൃദയത്തിലുണ്ട്. അവൻ്റെ ഹൃദയത്തിൻ്റെ പദ്ധതികൾക്കനുസരിച്ചാണ് അവൻ്റെ വിരലുകൾ ചലിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാനും നിങ്ങളും മറന്നു പോകരുത്. അവൻ്റെ ഹൃദയത്തിൽ നമ്മെക്കുറിച്ചുള്ള ആ വലിയ പദ്ധതിക്കനുസരിച്ച് എത്രയും വേഗത്തിൽ അവൻ്റെ വിരലുകൾ കൊണ്ട് അവൻ നമ്മെ പണിതു പൂർത്തീകരിച്ച് പുറത്തിറക്കുമ്പോൾ ഞാനും നിങ്ങളും ഈ ലോകത്തിന് വിലയേറിയവരായി മാറും, ഈ ലോകത്തിന് പ്രയോജനമുള്ളവരായി മാറും. അതുകൊണ്ട് ഇന്ന് യേശുവിൻ്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നമ്മുടെ പ്ലാനുകൾ മാറ്റിവെച്ച്, നമ്മുടെ പദ്ധതികൾ മാറ്റിവെച്ച് ഇന്ന് യേശുവിൻ്റെ കരങ്ങളിലേക്ക്, അപ്പ അങ്ങയുടെ ഇഷ്ടം പോലെ ഒന്ന് പണിയണേ. എൻ്റെ തകർന്ന പദ്ധതികൾ ഞാൻ മാറ്റിവെക്കുന്നു. അങ്ങയുടെ ഇഷ്ടം പോലെ എന്നെ ഒന്ന് പണിത് പൂർത്തീകരിക്കണമേ. ഒന്ന് വിട്ടുകൊടുക്കുമോ? ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? ഹല്ലേലൂയ. നിൻ ശക്തിയെ വർണ്ണിക്കുവാൻ, നിൻ രക്ഷയെ കീർത്തിക്കുവാൻ, നിൻ ശക്തിയെ വർണ്ണിക്കുവാൻ, നിൻ രക്ഷയെ കീർത്തിക്കുവാൻ, വചനത്താൽ നിലനിന്നിടാൻ, നാഥാ നിൻ വരവിൻ വരെ നിന്നോടു ചേർന്നിടുവാൻ എന്നെ ഒരുക്കിയിടുക. അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? ചേർന്ന് വചനത്താൽ നിലനിന്നിടാൻ, നാഥാ നിൻ വരവിൻ വരെ നിന്നോടു ചേർന്നിടുവാൻ എന്നെ ഒരുക്കിയിടുക. ഹൃദയം തുറന്ന് ഞാൻ എന്നെ നൽകിടുന്നേ, സമ്പൂർണമാ സമർപ്പിക്കുന്നേ. കുശവന്റെ കൈ മൺപാത്രം പോ എന്നെ ഒന്നു നീ. ഓ ഞാനെന്നെ നൽകിടുന്നേ, സമ്പൂർണമായി സമർപ്പിക്കുന്നേ. കുശവന്റെ കൈ മൺപാത്രം പോ എന്നെ ഒന്നു നീ പണിയണമേ. ഞാനെന്നെ നൽകിടുന്നേ, സമ്പൂർണമായി സമർപ്പിക്കുന്നേ. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിങ്ങൾ കുശവന്റെ കയ്യിലെ കളിമണ്ണാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. നിങ്ങൾ കുശവന്റെ കരങ്ങളിൽ ഇരിക്കുന്ന കളിമണ്ണാണെങ്കിൽ നിശ്ചയമായും ആ കുശവന്റെ കരസ്പർശനം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഇപ്പോൾ നിങ്ങളത് വിശ്വസിച്ച് അത് ഏറ്റെടുക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു കുശവന്റെ വിരലുകൾ ചലിക്കുന്നത്, നിങ്ങളെ സ്പർശിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നിങ്ങളുടെ ഹൃദയത്തെ അവൻ്റെ കരങ്ങൾ തൊടുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നിങ്ങളുടെ വേദനകളെ അവൻ എടുത്തു മാറ്റുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പദ്ധതികളെ അവൻ വരയ്ക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. വിശ്വസിക്കുന്നുണ്ടോ? ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? യേശുവിൻ്റെ കരങ്ങളിൽ പൂർണ്ണ സമർപ്പണത്തോടെ ഞാനിത് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ആത്മാവിൽ അത് അറിയുന്നു. തകർന്ന ചില ജീവിതങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയ സഹോദരി, പ്രിയ സഹോദര, നിങ്ങളോട് യേശു കർത്താവ് പറയുന്നു, ഒന്ന് കൊടുക്കുമോ? അവൻ്റെ കരങ്ങളിലേക്ക് നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? ആമേൻ. ഇപ്പോൾ തന്നെ, ഈ നിമിഷം
തന്നെ ആ കരസ്പർശനം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നിങ്ങളുടെ വേദനകളെ അവൻ മാറ്റുന്നത്, നിങ്ങളുടെ കണ്ണുനീരിനെ അവൻ തുടയ്ക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. യു നീഡ് ദ ഗ്രേസ് ഓഫ് ഗാഡ്. നിങ്ങൾക്ക് വേണ്ടത് മറ്റെന്തിനേക്കാൾ ദൈവത്തിൻ്റെ കൃപയാണ്. ഈ ലോകത്തിൽ നിങ്ങൾക്ക് ജീവിക്കുവാൻ, നിങ്ങളുടെ ജീവിതം അവൻ നൽകിയ ആയുസ് തികയ്ക്കുവാൻ നിങ്ങൾക്ക് വേണ്ടത് യേശുവിൻ്റെ കൃപയാണ്. ആമേൻ. ആ കൃപയിൽ ആശ്രയിക്കുന്നവർ, ആ കൃപയിൽ വിശ്വസിക്കുന്നവർ, ആ കൃപയിലേക്ക് ആമേൻ ഇന്നൊന്ന് കയറി നിൽക്കുന്നവർ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അങ്ങ് സ്പർശിക്കണമേ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരെ അങ്ങ് തൊടുമാറാകണമേ. ഓ ജീസസ്, ഹല്ലേലൂയ. കുശവന്റെ കയ്യിൽ മൺപാത്രം പോൽ എന്നെ ഒന്നു നീ പണിയണമേ. കുശവന്റെ കയ്യിൽ മൺപാത്രം പോൽ എന്നെ ഒന്നു നീ പണിയണമേ. ക്ഷീണിച്ചു പോയിടല്ലേ നാഥായി ഭൂവിൽ ഞാൻ. ജീവൻ പോകുവോളം നിന്നോടും ചേർന്നു നിൽപ്പാൻ. ക്ഷീണിച്ചു പോയിടല്ലേ നാഥായി ഭൂവിൽ ഞാൻ. ജീവൻ പോകുവോളം നിന്നോടു ചേർന്നു നിൽപ്പാൻ. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നു, നിങ്ങളുടെ ഉള്ളത്തിൽ ക്ഷീണിച്ച് മടുത്തു പോകാതെ ഇരിക്കേണ്ടതിന് യേശു കർത്താവിനെ നിങ്ങൾ ധ്യാനിക്കുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി സകല കഷ്ടങ്ങളെയും ജയിച്ച് ലോകത്തെ തന്നെ ജയിച്ചവനായി നമുക്ക് മുൻപേ ഓടിയ കർത്താവായ യേശുവിനെ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ ഈ ലോകത്തിൽ മറ്റാർക്കും നൽകാനാവാത്ത ഒരു ഇൻസ്പിറേഷൻ, മറ്റാർക്കും നൽകാനാവാത്ത ഒരു മോട്ടിവേഷൻ, അത് യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് ലഭിക്കും. കാരണം നാം കടന്നുപോയ സാഹചര്യങ്ങളിലൂടെ, വേദനകളിലൂടെ, പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നുപോയ നമ്മുടെ കർത്താവ് അക്കരെ നിന്നുകൊണ്ട് പറയുന്നു, ഞാൻ കടന്നു വന്ന വഴിയെ നിങ്ങളെ നയിക്കുവാൻ, നിങ്ങളോട് കൂടെ നിന്ന് നിങ്ങളെ നയിക്കുവാൻ, നിത്യതയുടെ തീരത്ത് എത്തിക്കുവാൻ അവൻ മതിയായവനായ ദൈവമാണ്. അതുകൊണ്ട് വേദനകളിലും ഭാരങ്ങളിലും പ്രയാസങ്ങളിലുമായിരിക്കുന്നവരെ, ഞാൻ നിങ്ങളോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ആ വാചകം വീണ്ടും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. സന്തോഷിക്കാൻ ഈ ലോകത്ത് നമ്മുടെ കണ്ണുകൾക്ക് കാണുക ഒന്നുമില്ലെങ്കിലും നമുക്ക് സന്തോഷിക്കാൻ 1000 കാരണങ്ങളുണ്ട്. നമ്മുടെ രക്ഷയുടെ ആനന്ദത്തെ ഒന്നോർക്കുമ്പോൾ, അവൻ നമ്മെ രക്ഷിച്ചതോർക്കുമ്പോൾ, അവൻ നമ്മെ വീണ്ടെടുത്തതോർക്കുമ്പോൾ, അവൻ നമ്മെ സ്നേഹിച്ചതോർക്കുമ്പോൾ എങ്ങനെ സന്തോഷിക്കാതിരിക്കാൻ കഴിയും? അതോർക്കുമ്പോൾ ഹൃദയത്തിൽ നിന്ന് വരുന്ന നന്ദിയും സ്നേഹവും ഒക്കെയാണ് എൻ്റെയും നിങ്ങളുടെയും അധരങ്ങളിൽ നിന്ന് പുറപ്പെടേണ്ട ആരാധനയുടെ ശബ്ദം എന്നുള്ളത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സന്തോഷമുള്ളവർ ചേർന്ന് കർത്താവിനെ കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തുതിച്ചാട്ടെ. ഈ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നമുക്ക് ചേർന്ന് പാടാം. നാം ആരാധിക്കുന്ന നമ്മുടെ ആരാധ്യ പുരുഷനായ ക്രിസ്തു നമ്മുടെ മധ്യത്തിലുണ്ട്. ചേർന്ന് പാടി അവൻ്റെ നാമത്തെ നമുക്ക് ഉയർത്താം. ജീസസ്, ഹല്ലേലൂയ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ
ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എന്നാളും എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. ചേർന്ന കരങ്ങളെ അടിച്ചു പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. അവന്റെ നാമം ഉയർത്തുന്ന ശബ്ദം നിങ്ങളുടെ റൂമുകളിൽ, നിങ്ങളായിരിക്കുന്ന വാഹനങ്ങളിൽ അത് ഉയരട്ടെ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അത് ഉയരട്ടെ. Let's lift the name of our Lord and Savior Jesus Christ. സകല നാമത്തിലും മേലായ യേശുവിന്റെ നാമം നമുക്ക് ചേർന്ന് ഉയർത്താം. യേശു ജീവിക്കുന്നു. Jesus is alive. ചേർന്ന് പാടി അവനെ സ്തുതിക്കാം. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയത കൃപകളോടെ. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയത കൃപകളോടെ. ഇന്നലെയും ഇന്നുമെന്നും മാറായ യേശുവേ നാം പാടി പുകഴ്ത്താം. ഇന്നലെയും ഇന്നുമെന്നും മാറായ യേശുവേ നാം പാടി പുകഴ്ത്താം. ഉയർത്താം അവന്റെ നാമം. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. The song of my soul. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. ഘോര ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്തിൽ. ഘോര ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്തിൽ. കാക്കും കരങ്ങളാൽ ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. അവൻ നമ്മെ കാക്കും കരങ്ങളാൽ ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. ഓ യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. പെറ്റ തള്ളക്കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാൽ. പെറ്റ തള്ളക്കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാൽ. താഴ്ത്തി എന്നെ തങ്കരത്തിൽ വച്ചു ജീവപാതയെന്നും ഓടും ഞാൻ. ഓ താഴ്ത്തി എന്നെ തങ്കരത്തിൽ വച്ചു ജീവപാതയെന്നും ഓടും ഞാൻ. യേശു എന്ന നാമം, യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ്റെ പ്രിയ യേശു, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയതാൽ. ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയതാൽ. ദേഹം ദേഹിയെല്ലാം ഒന്നായി ചേർന്നു പ്രിയനായി വേല ചെയ്യും ഞാൻ. ഓ ദേഹം ദേഹിയെല്ലാം ഒന്നായി ചേർന്നു പ്രിയനായി വേല ചെയ്യും ഞാൻ. യേശു എന്ന നാമം, യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ.
യോർദാൻ സമമനശോധനയിലും താണു വീണു പോകാതെ, യോർദാൻ സമമനശോധനയിലും താണു വീണു പോകാതെ, ആർപ്പിൻ ജയധ്വനിയോടെ കാത്തുപാലിക്കും സ്നേഹമാശ്ചര്യം. ഓ ആർപ്പിൻ ജയധ്വനിയോടെ കാത്തുപാലിക്കും സ്നേഹമാശ്ചര്യം. ഉയർത്താം യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. ഓ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയ കൃപകളോടെ. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയ കൃപകളോടെ. ഇന്നലെയും ഇന്നുമെന്നും മാറായ യേശുവേ, മാറ്റമില്ലാത്ത യേശുനാഥനെ ചേർന്ന്. ഇന്നലെയും ഇന്നുമെന്നും മാറായ യേശുവേ നാം പാടി പുകഴ്ത്താം. ഓ യേശുവെന്ന നാമം, ഹല്ലേലൂയ, എന്നാത്മാവിൻ ഗീതമേ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഓ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഓ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടും. ഹല്ലേലൂയ. എൻ പ്രിയ നമ്മുടെ രക്ഷിതാവിന്, നമ്മുടെ വീണ്ടെടുപ്പുകാരന്, നമ്മുടെ പ്രിയ യേശുവിന് ഓ ചേർന്ന് മഹത്വം കരേറ്റിയാട്ടെ. അവന്റെ നാമത്തെ ഒന്ന് ഉയർത്തിയാട്ടെ. സകല നാമത്തിലും മേലായ യേശുവിന്റെ നാമം നിങ്ങളുടെ ഭവനങ്ങളിൽ ഇപ്പോൾ ഉയരട്ടെ. അവന്റെ നാമം ജയക്കൊടിയായി ഇന്ന് നിങ്ങളുടെ ഭവനങ്ങളിൽ അത് ഉയരട്ടെ. Hallelujah. We bless your name. We lift your holy name, O God. Jesus, we worship you. Jesus, we worship you. Hallelujah. Oh, Jesus. 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 Oh, Jesus. കരങ്ങളെ ഉയർത്തി കർത്താവിന് Hallelujah. Jesus. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ തിരുവചനത്തിൽ സദൃശവാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. യഹോവയുടെ നാമം അത് ഉറപ്പുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമം നാം ഉയർത്തുമ്പോൾ അവൻ്റെ നാമം നമുക്ക് ഉറപ്പുള്ള ഗോപുരമാണെന്ന് ഞാൻ നിങ്ങൾ മറന്നു പോകരുത്. എവിടെയായിരുന്നാലും ഓടി വന്ന് അഭയം പ്രാപിക്കാൻ അവൻ്റെ സാന്നിധ്യം നമുക്ക് സുരക്ഷിതത്വം നൽകുന്ന ഇടമാണ്. ആ കർത്താവിൻ്റെ കരങ്ങളിൽ നാം ഏൽപ്പിക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ജീവനോടെ ഇപ്പോൾ ആയിരിക്കുമ്പോൾ നമുക്ക് ഒന്നും ഉയർത്തി പറയാനില്ല. മറിച്ച് നമ്മെ സൂക്ഷിച്ച നമ്മുടെ കർത്താവിന് നന്ദി പറയാനല്ലാതെ നമുക്കൊന്നും കഴിയത്തില്ല. കാരണം അവൻ്റെ കൃപയായിരുന്നു നമ്മെ പൊതിഞ്ഞത്. അവൻ്റെ നാമമായിരുന്നു നമ്മുടെ ആശ്രയമായി മാറിയത്. അവൻ്റെ സാന്നിധ്യത്തിലായിരുന്നു നാം സുരക്ഷിതരായിരുന്നത്. അങ്ങനെയെങ്കിൽ ആ സാന്നിധ്യത്തിലിരിക്കുമ്പോൾ ഭയം തെല്ലുമില്ലാതെ ആ കർത്താവിനെ ഒന്ന് പാടി സ്തുതിക്കാൻ കഴിയുമോ? ഈ അവസ്ഥയിലും ആ കർത്താവിൻ്റെ നാമത്തെ ഒന്ന് ഉയർത്താൻ എത്ര പേർക്ക് കഴിയും? Jesus, hallelujah.
യേശുവിൽ ആശ്രയിക്കുന്ന നാം ഭയരഹിതമായ ജീവിതം നയിപ്പാൻ ശക്തരാണ് എന്ന് മറന്നു പോകരുത്. മരണത്തെ ഭയക്കാതെ, പ്രതിസന്ധികളെ ഭയക്കാതെ, നമ്മുടെ വിശ്വാസം നമ്മിൽ വർദ്ധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഭയം നീങ്ങിപ്പോവുകയാണ്. എൻ്റെ യേശു സകലത്തിനും മതിയായവനെന്ന് നിങ്ങൾ ഓരോ പ്രാവശ്യം ഉറച്ചു വിശ്വസിക്കുമ്പോൾ, നിങ്ങൾ കർത്താവിൽ ഉറയ്ക്കുമ്പോൾ അവിശ്വാസം മാറിപ്പോവുകയാണ്. അസാധ്യതകൾ നിങ്ങളുടെ മുമ്പിൽ വഴിമാറുകയാണ്. അങ്ങനെയെങ്കിൽ ഒന്ന് വിശ്വസിച്ച്, എൻ്റെ ജീവിതത്തിൻ്റെ പടകിൻ്റെ അമരത്ത് എൻ്റെ ആത്മനാഥൻ എനിക്ക് വേണ്ടി ഉണ്ട് എന്ന് അവൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്ന ദൈവജനം ആ കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാണ്. ജീസസ് ഹല്ലേലൂയ. ഓ യേശുവിൽ എന്നും എന്നെ മറക്കണേ, നിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണേ. യേശുവിൽ എന്നും എന്നെ മറയ്ക്കണേ, നിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണേ. സമുദ്രങ്ങൾ എൻ്റെ നേരെ ഉയർന്നാലും നടന്നിടും പെരുവെള്ളത്തിൻ മീതെ എൻ പിതാവാം ദൈവം വാഴുന്നതാ. ഭയമില്ല എനിക്കൊന്നിലും, ഭയമില്ല ഇനിയൊന്നിലും. അവനിൽ ആശ്രയിച്ചു. സമുദ്രങ്ങൾ എൻ്റെ നേരെ ഉയർന്നാലും നടന്നിടും പെരുവെള്ളത്തിൻ മീതെ എൻ പിതാവാം ദൈവം വാഴുന്നതാ. He's in control. ഭയമില്ല ഇനിയൊന്നിലും, ഭയമില്ല എനിക്കൊന്നിലും. ഒരിക്കൽ കൂടി. ഓ സമുദ്രങ്ങൾ എൻ്റെ നേരെ ഉയർന്നാലും നടന്നിടും പെരുവെള്ളത്തിൻ. Because you're alive, God. എൻ പിതാവാം ദൈവം, He's still on the throne. ഓ ഭയമില്ല ഇനിയൊന്നിലും, ഭയമില്ല എനിക്കൊന്നിലും, ഭയമില്ല ഇനിയൊന്നിലും, ഭയമില്ല എനിക്കൊന്നിലും. ഭയം ലേശം വേണ്ടിനിയും കർത്തനെന്നുമെൻ അഭയം. വൻ തുമ്പ നേരത്തിലും യേശു താൻ എന്നോടിരിക്കും. അവനിൽ ആശ്രയിച്ചൊന്ന് പാടുമോ? ഭയം ലേശം വേണ്ടിനിയും കർത്തനെന്നുമെൻ അഭയം.
വൻതുമ്പ് നേരത്തിലും യേശുതാ എന്നോടിരിക്കും. യേശുതാ നമ്മോടിരിക്കും. ഓ യേശുതാ നമ്മോടിരിക്കും. ഞങ്ങളുടെ പ്രിയ യേശുവേ, ഞങ്ങളുടെ ഭാരത്തിലും പ്രയാസത്തിലും ഞങ്ങൾ ഭയത്തിലാണ്ടു പോകുമ്പോഴും ഞങ്ങളെ അതിൽ നിന്ന് പുറത്തെടുത്ത് അങ്ങയുടെ ശാശ്വത ഭുജത്തിൽ ഞങ്ങളെ എടുക്കുന്ന അങ്ങയുടെ വലിയ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ വീണു എന്ന് വിചാരിച്ചു, ഞങ്ങൾ തകർന്നു പോയി എന്ന് ഞങ്ങൾ ചിന്തിച്ചു. എന്നാൽ ഞങ്ങൾ ചിന്തിച്ചു തീരും മുൻപേ ഞങ്ങളെ അങ്ങ് ഉയർത്തിയതായി ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ കർത്താവെ വീണുപോയി എന്ന് ഞങ്ങൾ വിചാരിച്ചു. എന്നാൽ ഞങ്ങൾ വീണെടുത്തു നിന്ന് അങ്ങയുടെ വലിയ കരങ്ങൾ നൽകി ഞങ്ങളെ എഴുന്നേൽപ്പിച്ചതിനായി സ്തോത്രം. ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത് കർത്താവെ ഈ ലോകത്തിൻ്റെ വഴുവഴുപ്പുള്ള സാധ്യതകളിലും വാഗ്ദാനങ്ങളിലും അല്ല, മറിച്ച് ഞങ്ങൾ നിൽക്കുന്നത് ക്രിസ്തുവാകുന്ന ഉറപ്പുള്ള പാറമേലാണ്. കൊടുങ്കാറ്റടിച്ചാലും പേമാരി പെയ്താലും കർത്താവെ അത് ഞങ്ങളുടെ മേൽ അലച്ചാലും ഞങ്ങൾ വീണു പോകാതെ വണ്ണം ആ പാറമേൽ അടിസ്ഥാനമിട്ട് ഞങ്ങളെ നിർത്തിയിരിക്കുന്ന അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം. അതുകൊണ്ട് ഭയമില്ലാതെ ഞങ്ങൾ പാടുന്നു, ഞങ്ങളെ നടത്തുവാൻ അങ്ങ് സർവശക്തൻ. വീണ്ടും അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. അങ്ങ് തന്നെ ഞങ്ങളുടെ ആശ്രയമായിരിക്കുന്നു. സകല മാനവും മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ലൈവിൽ ഞങ്ങളോട് ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തിയ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.